ആഫ്രിക്കൻ ഒച്ചു കാരണം ബുദ്ധിമുട്ടിലാണ് കോട്ടയം കോടിമത മുതൽ ചന്തപ്പടി വരെയുള്ള നിരവധി കുടുംബങ്ങൾ. പുരയിടത്തിലും വീടിനകത്തും അടുക്കളയിലും എന്ന് വേണ്ട ഒച്ചില്ലാത്ത ഒരിടം പോലുമില്ല. പലകുറി പരാതിപ്പെട്ടു. പക്ഷേ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പോകുന്നതല്ലാതെ ഒച്ചിനെ അവിടെ നിന്ന് അകറ്റാനായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒച്ചിഴയും വേഗത്തിൽ പോലും ഒന്നും നടക്കുന്നില്ല എന്ന് ചുരുക്കം. ബാക്കി അഖിൽ കെ പറയും. ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കുറെ കുടുംബങ്ങൾ. കോടിമത മുതൽ ചന്തക്കട വരെയുള്ള ഭാഗങ്ങളിൽ മിക്ക വീടുകളിലും എന്നല്ല ഭൂരിഭാഗം വീടുകളിലും ഇത്തരത്തിൽ ഈ ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് വലിയ രീതിയിലുള്ള ശല്യമാണ്. നമുക്കിത് ഇപ്പോൾ കാണാൻ സാധിക്കും. വളരെ വലിയ രീതിയിൽ കൂട്ടം, അതായത് ഒരുമാതിരി മാല ബൾബുകളൊക്കെ തൂക്കിയിട്ടതുപോലെ ഇങ്ങനെ ആഫ്രിക്കൻ ഒച്ചുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വലിയ ഒരു ശംഖിന്റെയൊക്കെ വലിപ്പമുള്ള വലിയ ഒച്ചാണ് അവിടെ കാണുന്നത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ കൃഷിനാശവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ വിസർജ്യമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, മസ്തിഷ്ക ജ്വരങ്ങൾ അടക്കം വരാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ അടുക്കളയ്ക്കകത്ത് നേരത്തെ തൊട്ടേ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളതാണ് പല വകുപ്പിലും. പക്ഷേ ഇത് യാതൊരു കാരണവശാലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഈ ഇടയ്ക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തിയപ്പം അവർ പറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് കാവേജ് ജലം കൊണ്ടുവന്ന് കുഴിയിട്ട് ആ കുഴിയിൽ വന്നിരിക്കുമ്പോൾ അതിനെ നമ്മൾ തുരിശിട്ട് കൊല്ലാനാണ് പറഞ്ഞ്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു സാധനം തന്നിട്ടുമില്ല, നമ്മളോട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ കണ്ടെയ്നർ ലോറി ഇവിടെ ഇട്ടിട്ട് 500 രൂപ വെച്ച് ഒരു വണ്ടിക്ക് പിരിക്കുന്നുണ്ട്. ഒരു ശാലം തുരിച്ചടിക്കുകയോ എന്തെങ്കിലും ഒരു പരിപാടി ആരും ചെയ്യുന്നില്ല. ചേച്ചിമാരൊക്കെയാണ് വീട്ടിൽ പാകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഈ അടുക്കളയിലൊക്കെ കയറിയിട്ട് വലിയ ബുദ്ധിമുട്ട്. കഥക് തുറന്നിട്ട് അകത്തോട്ട് കയറും. അത് ഭയങ്കരമായിട്ടും ശല്യമായിട്ട് തീർന്നിരിക്കുക. ഈ ഞങ്ങള് പൊറുതി മുട്ടി. ഇപ്പം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അകത്തെ ബാത്റൂമിനകത്തിരിക്കുന്ന ഒരെണ്ണം ഭയങ്കര ശല്യമായിട്ട് തീർന്നിരിക്കുക. ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കൃഷികളൊക്കെ എന്താ നിങ്ങൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിലാണ് കോവലാണെങ്കിൽ ഇതുപോലെ കോവലുകളുടെ കംപ്ലീറ്റ് കോവലിൻ്റെ ഇലയാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുന്നത്. കൃഷി കൂടുതൽ സാധനങ്ങളും എല്ലാം നശിപ്പിക്കുന്നു. അതുമല്ല സമീപത്തുള്ള കിണറുകളിലും ഉണ്ട്. കിണറിൻ്റെ വക്കുകളിലെല്ലാം കൂടെ പിടിച്ച് കയറയിലും എല്ലാം പിടിച്ച് നേരെ വെള്ളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഭയങ്കരമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുണ്ടാക്കുന്നത്. ഇതുകൊണ്ട് സാംക്രമിക രോഗങ്ങളും അതുപോലെ കുടിവെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വെള്ളം കുടിക്കുന്നത്. വെള്ളം ഒന്നാമത് തന്നെ കുടിക്കാൻ വെള്ളം കിട്ടാത്തൊരു അവസ്ഥയാണ് ഇവിടെ. ഈ പ്രാന്തപ്രദേശങ്ങളിൽ നല്ല വെള്ളം കിട്ടാൻ ഈ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ പൈപ്പിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത് ഈ കണ്ടത്തിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. ഈ പൈപ്പുകളെല്ലാം ഇതുണ്ട്. യാതൊരു രീതിയിലും ഈ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് വേണ്ടിയിട്ട് ഒരു സഹായങ്ങളും ഈ ഭാഗത്തൊന്നും ചെയ്യുന്നില്ല. അത് തന്നെയാണ് വലിയ ആശങ്ക തന്നെ, വലിയ പരാതി തന്നെയാണ് ആളുകളുള്ളത്. കാരണം ഇവരിപ്പോൾ ഒരു ഉപ്പോ അല്ലെങ്കിൽ തുരിശോ ഒക്കെ ഇട്ട് അവർ തന്നെ ഇതിനൊരു ബദൽ മാർഗം കണ്ടെത്തുകയാണെന്നുള്ളത്. അതായത് ഇത്തരത്തിൽ ഈ ഒച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിന് ഉപ്പ് ഇത്തരത്തിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകുന്നുണ്ട്. പക്ഷേ ഈ എത്രത്തോളം, അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു 100 200 ഒച്ചുകളുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുമെന്നാണ്. ഇപ്പോൾ അതിനൊക്കെ ഇങ്ങനെ എത്ര ഉപ്പിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇവർ തന്നെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടെത്തി അതിനെ കൊന്നു പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൃഷിനാശത്തിനപ്പുറത്തേക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ ഇത് ഈ ആഫ്രിക്കൻ ഒച്ചുകൾ കാരണമാകും എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. അടിയന്തരമായ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അടക്കം ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.